ആണ് ന്യൂയോർക്കിൽ നിന്ന് ശ്രീ പ്രദീപ്. ട്രംപിനെ പോലെ ഒരാൾ പൊടുന്നനെ വന്ന് ഈ 48 മണിക്കൂർ അന്ത്യശാസനമൊക്കെ നിർത്തി 5 ദിവസത്തെ വെടിനിർത്തൽ എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു. വെടിനിർത്തലൊക്കെ ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്ക് വെറും ചാക്ക് പോലെ കീറച്ചാക്ക് പോലെ എടുത്തു കളഞ്ഞ് വീണ്ടും അവിടെ അടിയൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ട്രംപിനെ പ്രധാനമായും ഇങ്ങനെ ഒരു നിർദ്ദേശത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഈ അമേരിക്കയിലുള്ള ആഭ്യന്തരമായ എതിർപ്പാണോ, അതോ യുദ്ധത്തിൽ പരാജയപ്പെടും എന്നുള്ള ഒരു ഭീതിയാണോ, എന്താണ്? അതോ തന്ത്രപരമായി ഇനി അവരെ അടിച്ചു തകർക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണോ? നമസ്കാരം കിരൺ. നമസ്കാരം. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, പായാൻ വേണ്ടിയാണ്. അത് പുലിയല്ലേ? ഇത് ട്രംപല്ലേ? ട്രംപും പുലി തന്നെയാണല്ലോ. ട്രംപ് പുലി തന്നെയാണ്. അതായത് ഈ യുദ്ധം എന്തുകൊണ്ട് നടക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? എന്തിനാണ് യുദ്ധം? ഈ അമേരിക്കയും ഇസ്രയേലും ഒക്കെ ലോകരാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യുന്നതിന് കാരണങ്ങൾ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? അവർക്ക് യുദ്ധം ചെയ്യാൻ തോന്നുമ്പോൾ അവർ ലോകരാജ്യത്ത് പോയി യുദ്ധം ചെയ്യും. അവർക്ക് അവിടെ സാമ്പത്തിക ലാഭവും മറ്റു ലാഭങ്ങളും ഒക്കെ കാണും. അല്ലാതെ ന്യായമായ കാര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന രാജ്യമൊന്നും അല്ലല്ലോ അമേരിക്കയും ഇസ്രയേലും ഒന്നും. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും വലിയ ചർച്ച ചെയ്തുകൊണ്ട് വലിയ കാര്യമില്ല. ഈ യുദ്ധം നടത്തേണ്ടത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ആവശ്യമാണ്. അല്ല, അതെന്തോ ആയിക്കോട്ടെ. നമുക്ക് ഇപ്പൊ ഈ വെടിനിർത്തൽ എന്തുകൊണ്ടാണ് പ്രഖ്യാപിച്ചത് എന്താണെന്നുള്ളതിനെ കുറിച്ച് പറ. അത് മറ്റേതൊന്നും ചർച്ച ചെയ്താൽ തീരില്ല. എന്റെ പൊന്നെ കിരണേ, അതിനെ ഞാൻ പറഞ്ഞു വരണേ. ഈ യുദ്ധം യഥാർത്ഥത്തിൽ ആവശ്യക്കാർ തന്നെ മിഡിൽ ഈസ്റ്റിലാണ്. കാരണം മിഡിൽ ഈസ്റ്റിലെ ഇറാൻ എന്നൊരു ശത്രുവിനെ അവിടുത്തെ അറബ് രാജ്യങ്ങൾ തന്നെ ഭയക്കുന്നുണ്ട്. അവരുടെ ഐഡിയോളജിയുമായിട്ടുള്ളതല്ല ഇറാൻ. പിന്നെ ഇസ്രയേലും അമേരിക്കയും ഇറാനെ പൂർണ്ണമായി തീർത്തു കെട്ടാതെ 87,000 ടാർഗറ്റാണ് അമേരിക്കയും ഇസ്രയേലും കൂടെ ചേർന്ന് ഇറാനകത്ത് അടിച്ച് പപ്പടമാക്കിയത്. ഇറാൻ തിരിച്ച് ഇസ്രയേലിൽ അടിച്ച് എത്രയാണെന്നറിയാമോ? 126. ഇത് നിങ്ങളാരും പുറത്തൊന്നും പറയാറില്ല. കാര്യം എന്നറിയാമോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറച്ച് നിങ്ങൾ ഇന്ന് ഇത് കഴിയുമ്പോൾ ഒരു ഇത് കാണിക്കും. മറ്റേ ഇറാനിലൊരു ബോംബ് വന്ന് സ്കൂളിൽ വീഴുന്നതും അവിടുത്തെ കുട്ടികൾ ഓടുന്നതെല്ലാം. 400ഓളം അഫ്ഗാനിസ്ഥാനിലെ രോഗികൾ മരിച്ചതിന്റെ വീഡിയോ നിങ്ങൾ ഇടില്ല. നിങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക രീതിയിൽ. പ്രദീപ്, എന്റെ ചോദ്യം ഒന്നുമല്ല. ഈ അമേരിക്കയും ഇസ്രായേലും ലോകത്തെ ഏറ്റവും വലിയ ശക്തികൾ. ആ ശക്തികൾക്ക് മുന്നിൽ ഇറാൻ അങ്ങനെ അവരോട് നേരിടാൻ കഴിയുന്ന ശക്തിയൊന്നുമല്ല. പക്ഷേ ഇറാൻ ഇപ്പോഴും ഈ 2 ദിവസം കൊണ്ട് അടിച്ചിട്ട് തീർക്കാമെന്നൊക്കെ പറഞ്ഞു വന്ന അമേരിക്കയും ഇസ്രായേലും ഇന്നിപ്പോൾ ടെല്ലവീവിലാണ് അടിച്ചിട്ടത്. അമേരിക്ക പിന്നെ അതിനേക്കാൾ ഒരുപാട് ദൂരെ കിടക്കുന്നത് കൊണ്ട് അമേരിക്ക തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇസ്രായേലിനെ പോലെ എല്ലാ സംവിധാനമുള്ള ടെല്ലവീവിൽ അവർക്ക് ഒന്നെങ്കിലും വിട്ടല്ലോ, ഒന്നെങ്കിലും വിടാൻ അവർക്ക് കഴിയുമെങ്കിൽ ഇറാൻ ഇപ്പോഴും കരുത്തുണ്ട്, അവർക്ക് ഇപ്പോഴും ശേഷിയുണ്ട്. ഇസ്രായേലിനെ